ഇല്ല ഇല്ല, ഞാൻ ആകെ ഒരു റൊട്ടിയും ബട്ടർ കുഴിച്ചും കുറച്ച് റൈസാകും. നല്ല ഫുഡ് കിട്ടുന്ന പറഞ്ഞാല് ആ ഹോട്ടലിൽ തേടി പിടിച്ച് പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷെ ഒരു ഹോട്ടലിന്റെ പേര് കേട്ടിട്ട് ആദ്യമായിട്ടാണ് അവിടെ കയറുന്നത്. ഹോട്ടലിന്റെ അകത്ത് കയറുമ്പോൾ തന്നെ അവരുടെ വോളിൽ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെയും പിന്നെ നമ്മുടെ കലാരൂപങ്ങളൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് വരുന്നത് കേട്ടാ. ചിക്കൻ ടിക്ക മന്തി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതും ഓർഡർ ചെയ്തു. ബട്ടർ കുൽച്ച, പിന്നെ നമ്മുടെ നാടൻ പൊറോട്ട, പിന്നെ പാട്ടിയാല 2 ഫ്ലേവറിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ബട്ടർ ചിക്കൻ ഉണ്ട്. ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഐറ്റായ ചൂട് പൊറോട്ടയും നാടൻ ചിക്കൻ കറിയാണ് ട്രൈ ചെയ്തത് കേട്ടാ. നല്ല ചൂട് പൊറോട്ട അവിടെ വെച്ച് അതിലേക്ക് ആ നാടൻ കറി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊരു പിടിയങ്ങ് പിടിച്ച്. പൊറോട്ട നല്ല അടിപൊളിയായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു, നല്ല അടിച്ച മൊരിഞ്ഞ പൊറോട്ടയായിരുന്നു. പക്ഷെ നാടൻ ചിക്കൻ കറി ഏവറേജ് ആയിരുന്നു കേട്ടാ. അത് കഴിച്ചതിന് ശേഷം പൊറോട്ടയുടെ കൂടെ നമ്മുടെ ബട്ടർ ചിക്കൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് നൈസായിരുന്നു. പിന്നെ ട്രൈ ചെയ്തത് ചിക്കൻ ടിക്ക മന്തിയാണ് കേട്ടോ. ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് സാധനം നന്നായിട്ട് ബോധിച്ചു. ആ മന്തി റൈസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മയോണൈസും കൂടെ കൂട്ടി കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് എന്നാണ്. പാട്ടിയാലല്ലേ 2 ഫ്ലേവറിൽ വരുന്ന പാട്ടിയാല, അത് തെറ്റില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ടിക്ക മന്തി റൈസിന്റെ ഫ്ലേവറും കുഴപ്പമില്ല, അടിപൊളിയാണ്. ബട്ടർ ചിക്കനും കുഴപ്പമില്ല കേട്ടോ. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉള്ളൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുലാം ജാമുൻ വിത്ത് ഐസ്ക്രീം കഴിച്ചു. പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ ഒരു മൊയ്റ്റോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടെൻഡർ കോക്കനട്ടിന്റെ ഒരു പലോതിയും കഴിച്ച് മുതലാളിക്ക് ഒരു കൈയും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വയനാട് വൈത്തിരി കുന്നത്ത് പാലം ഇന്ത്യ ഗേറ്റ് റെസ്റ്റോറന്റ്.